എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി. അങ്ങനെ ഏതായാലും ബംഗളൂരുവിന്റെ തട്ടകത്തിൽ ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനെ 1-0 എന്ന സ്കോറിൽ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്രയും കാലമുള്ള ആ ഒരു ചരിത്രം ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബംഗളൂരുവിന്റെ സ്റ്റേഡിയത്തിൽ ഇതുവരെ ആയിട്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ബംഗളൂരു FC-യുമായുള്ള കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിൽ ബംഗളൂരു FC-ക്കാണ് വിജയം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 87-ാം മിനിറ്റിലെ ഗോളിൽ ഹാവി ഹെർണാണ്ടസ് ആണ് ബംഗളൂരു FC-ക്ക് വിജയം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇതുവരെ ജയിച്ചിട്ടില്ല എന്ന റെക്കോർഡ് തിരുത്താതെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നും നാട്ടിലേക്ക് മടങ്ങുക. ബംഗളൂരു FC-ക്ക് 2 നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും 2 തവണയും ടാർഗറ്റിലേക്ക് പന്ത് എത്തിക്കാൻ ബംഗളൂരു ക്യാപ്റ്റനായ സുനിൽ ഛേത്രിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അറ്റാക്കിങ്ങിൽ ദിമിത്രിയോസിന് നല്ല പിന്തുണ നൽകാൻ ബ്ലാസ്റ്റേഴ്സിലെ മറ്റു താരങ്ങൾക്ക് ആകാത്തതാണ് ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു പിഴവായി ഞാൻ കണ്ടിട്ടുള്ളത്. 43-ാം മിനിറ്റിൽ ദിമിയുടെ ഒരു ഉഗ്രൻ ഷൂട്ട് ഒരു വലിയ ഡിഫ്ലൻഡിങ്ങിലൂടെ ഗോൾ കീപ്പർ ഗുർപ്രീതിനെ പരീക്ഷിച്ചുവെങ്കിലും ഗോൾ കീപ്പർ അത് ഡൈവിങ്ങിലൂടെ പന്ത് സേവ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതി ഗോൾ രഹിതമായിട്ടായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ ലക്ഷദ്വീപിലെ സൂപ്പർ താരമായ ഐമനെ ഇറക്കിയത് കൊണ്ട് അറ്റാക്കിങ്ങിൽ കുറച്ച് മെച്ചപ്പെട്ട കളി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം കളിയുടെ 87-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ലിത്വാനിയൻ താരമായ ഫെഡോ സെർണിച്ചിന് ഒരു വമ്പൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെർണിച്ചിന് അത് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു പിന്നാലെ 89-ാം മിനിറ്റിൽ ഹാവി ഹെർണാണ്ടസിലൂടെ ബംഗളൂരു ലീഡ് എടുത്തു. ഷിവാഡോയുടെ ക്രോസിൽ നിന്നായിരുന്നു ഹാവിയുടെ ആ ഒരു ഗോൾ. കൂടാതെ തന്നെ ഇന്ന് നടന്ന ബംഗളൂരു FC-ക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ 2 മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നിഹാൽ സുധീഷും ഡാനിഷ് ഫാറൂഖും ഇന്ന് ആദ്യ 11-ൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. നിഹാൽ സുധീഷിനെ അനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഹാൽ സുധീഷിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് മിന്നും ക്രോസുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. താരത്തിന് ആവുന്നത് പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു മത്സരത്തിലൂടെ തന്നെ വ്യക്തമാവുന്നതാണ്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇന്ന് മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസും ഫെഡോ സെർണിച്ചും ഡൈസുകെ സക്കായുമാണ്. ഇത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഒരു വമ്പൻ പ്രതിരോധ താരമാണ് നവോച്ച സിംഗ്. നവോച്ചക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന്റെ യെല്ലോ കാർഡുകളുടെ എണ്ണം 4 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ നവോച്ച സിംഗിന് കളിക്കാൻ സാധിക്കുകയില്ല. ഇതുകൂടാതെ ഇന്നത്തെ മത്സരത്തിലെ പ്രതിരോധ നിരയിൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് ഹോർമിപ്പാം. ഹോർമിപ്പാമിന്റെ ഭാഗത്തു നിന്നും നമുക്ക് വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു തോൽവിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC പോയിന്റ് പട്ടികയിൽ 29 പോയിന്റോട് കൂടി 5-ാം സ്ഥാനത്താണുള്ളത്. ബംഗളൂരു FC ആണെങ്കിൽ ഇന്ന് വിജയം സ്വന്തമാക്കിയതോടെ 29 പോയിന്റുമായി 6-ാം സ്ഥാനത്തും പോയിന്റ് പട്ടികയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെയും ബംഗളൂരു FC-യുടെയും മാച്ച് സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഷോട്ടായി വന്നിട്ടുള്ളത് 5 ഷോട്ടുകളാണ്. ബംഗളൂരു FC-യുടെ ഭാഗത്തു നിന്നും 9 ഷോട്ടുകളും. ഓൺ ടാർഗറ്റ് ഷോട്ട് ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും 1 ഷോട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ബംഗളൂരു FC-യുടെ ഭാഗത്തു നിന്നും 2 ഷോട്ടുകൾ വന്നിട്ടുണ്ട്. ഇനി ഓവറോൾ പൊസിഷനിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഭാഗത്ത് 45% പൊസിഷൻ കാണിക്കുന്നത്. ബംഗളൂരു FC-യുടെ ഭാഗത്ത് 55%. ഇനി പാസസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 309 പാസുകളും ബംഗളൂരു FC 373 പാസുകളുമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 65% ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തും 75% ബംഗളൂരു FC-യുടെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫൗളുകളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 12 ഫൗളുകളാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. ബംഗളൂരു FC ആണെങ്കിൽ 8 ഫൗളുകളുമാണ് വെച്ചിട്ടുള്ളത്. ഇനി യെല്ലോ കാർഡിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് 3 യെല്ലോ കാർഡുകളാണ് വാങ്ങിയിട്ടുള്ളത്. ബംഗളൂരു FC ആണെങ്കിൽ 1 യെല്ലോ കാർഡ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇനി കോർണറിന്റെ കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 4 കോർണറുകൾ ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. ബംഗളൂരു FC ആണെങ്കിൽ 1 കോർണർ മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. ഇനി ഓഫ് സൈഡിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഭാഗത്തു നിന്നും ഒരു ഓഫ് സൈഡും വന്നിട്ടില്ല. ബംഗളൂരു FC-യുടെ ഭാഗത്ത് നമുക്ക് ഒരു ഓഫ് സൈഡ് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഏതായാലും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.